കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട്. ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേയറ്റത്ത് 2 നില ഊട്ടുപുര, അവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളവും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ട് കായലും നീണ്ടു നിവർന്നു കിടക്കുന്നു. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, നവരാത്രി, മണ്ഡലകാലം, വിഷു, ദീപാവലി എന്നിവയും വിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാദേവ ക്ഷേത്രം. വൈക്കത്തപ്പന്റെ പ്രധാന വഴിപാടാണ് പ്രാതൽ. ക്ഷേത്രത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നീ 3 സമയങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും തമ്മിലുള്ള കൂടിപ്പൂജ ഏറെ പ്രസിദ്ധമാണ്. വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുൻപായി ദർശനം നടത്തുന്നത് വളരെ പുണ്യമായി കരുതുന്നു. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം.